പ്രപഞ്ചത്തിലെ ഏറ്റവും തിളക്കമുള്ളതും വേഗതയേറിയതുമായ സ്ഫോടനങ്ങളായ LFBOT-കളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ. LFBOT-കൾ ലൂമിനസ് ഫാസ്റ്റ് ബ്ലൂ ഓപ്റ്റിക്കൽ ട്രാൻസിയന്റുകൾ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ചില സ്ഫോടനങ്ങളാണ്. അവ പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയേറിയതും തിളക്കമുള്ളതുമായ സ്ഫോടനങ്ങളിൽ ഉൾപ്പെടുന്നു, പക്ഷേ അവയുടെ ഉത്ഭവം ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. LFBOT-കളുടെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളുണ്ടെങ്കിലും ഒരു പൊതു അഭിപ്രായത്തിലെത്താൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടില്ല. LFBOT-കൾക്ക് ചില പ്രത്യേകതകളുണ്ട്, അത് മറ്റ് പ്രപഞ്ച സ്ഫോടനങ്ങളിൽ നിന്ന് അവയെ വേർതിരിക്കുന്നു. ഈ വിഭാഗത്തിലെ ആദ്യത്തെ അംഗമായ AT-2018 കൗവിന്റെ പേരിലാണ് ഇവയെ കൗ-ലൈക്ക് ഇവന്റ്സ് എന്ന് വിളിക്കുന്നത്. അവയുടെ തിളക്കം ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തുകയും അടുത്ത ആഴ്ച പകുതിയായി മങ്ങുകയും ചെയ്യുന്നു. ഇവ സൂപ്പർനോവകളെക്കാൾ വളരെ വേഗത്തിലാണ്. സാധാരണ സൂപ്പർനോവകളുടെ ഊർജ്ജസ്രോതസ്സായ നിക്കൽ-56ന്റെ ക്ഷയം കൊണ്ട് LFBOT-കളുടെ പ്രകാശമാറ്റങ്ങൾ വിശദീകരിക്കാൻ സാധിക്കില്ല. പുതിയ പഠനത്തിൽ ഹാർവാർഡ് സ്മിത്സോണിയൻ സെന്റർ ഫോർ ആസ്ട്രോഫിസിക്സിലെ ആന്യ ന്യൂജന്റും അവരുടെ ടീമും LFBOT-കൾ സംഭവിക്കുന്ന ഗാലക്സികളെ സൂക്ഷ്മമായി പരിശോധിച്ചു. 11 LFBOT-കൾ നടന്ന ഗാലക്സികളുടെ ഭൗതിക സവിശേഷതകൾ അവർ മാതൃകയാക്കി അവയുടെ ചുറ്റുപാടുകൾ പുനർനിർമ്മിച്ചു. ഈ ആതിഥേയ ഗാലക്സികൾ സജീവമായി നക്ഷത്രങ്ങളെ രൂപീകരിക്കുന്നവയാണെന്നും സമീപകാല പ്രവർത്തനങ്ങളുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുവെന്നും അവർ കണ്ടെത്തി. എന്നാൽ പല നക്ഷത്ര സ്ഫോടനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി LFBOT-കളുടെ ഒരു പ്രധാന ഭാഗം ഗാലക്സികളുടെ മങ്ങിയ പ്രാന്തപ്രദേശങ്ങളിൽ, അതായത് സജീവ നക്ഷത്ര രൂപീകരണ മേഖലകളിൽ നിന്ന് അകലെയാണ് സംഭവിക്കുന്നത്. ഈ സൂചനകളെല്ലാം കൂട്ടിച്ചേർത്തപ്പോൾ ഗവേഷകർ LFBOT-കളുടെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു പുതിയ അസാധാരണമായ സിദ്ധാന്തം മുന്നോട്ടുവച്ചു. ഗാലക്സി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സാധ്യതകളായ ബ്ലാക്ക് ഹോളുകൾക്ക് സമീപം നക്ഷത്രങ്ങൾ കീറിപ്പറിയുന്ന സംഭവങ്ങൾ ഈ സൂചനകൾ കാരണം ഒഴിവാക്കാൻ കഴിഞ്ഞു. ഒരു ന്യൂട്രോൺ സ്റ്റാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ പോലുള്ള ഒരു കോമ്പാക്ട് ഒബ്ജക്റ്റ് ഒരു വൻ വുൾഫ് റെയ്ഡ് സ്റ്റാറുമായി ലയിക്കുന്നതാണ് പുതിയ സിദ്ധാന്തം. സൂപ്പർനോവയിൽ കോമ്പാക്ട് ഒബ്ജക്റ്റ് രൂപപ്പെടുമ്പോൾ ലഭിക്കുന്ന നേറ്റൽ കിക്ക് കാരണം ഈ ദ്വന്ദ്വവ്യവസ്ഥ അവയുടെ നക്ഷത്ര രൂപീകരണ സ്ഥലത്തുനിന്ന് ദൂരേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. നിലവിലെ LFBOT-കളുടെ സാമ്പിൾ ചെറുതായതിനാൽ ഈ കണ്ടെത്തലുകൾ ഭാവിയിലെ ജനസംഖ്യാ പഠനങ്ങൾക്ക് ഒരു പ്രാഥമിക അടിത്തറയായി കണക്കാക്കണം. ഈ നിഗൂഢ സ്ഫോടനങ്ങളുടെ ഉത്ഭവം കൃത്യമായി നിർണ്ണയിക്കാൻ കൂടുതൽ വലിയ ജനസംഖ്യാ വിവരങ്ങൾ ആവശ്യമാണ്. വരാനിരിക്കുന്ന വേരാ സി റൂബിൻ ഒബ്സർവേറ്ററിയുടെ സർവേയിൽ എല്ലാ വർഷവും നൂറുകണക്കിന് LFBOT-കൾ കണ്ടെത്താൻ സാധ്യതയുണ്ട്. ഇത് ഈ പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശും.